കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വരെ നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു വന്നു. 11-ാമത്തെ അധ്യായത്തോടൊരുത്തെ ഭാഗത്തിൽ 33 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് പുകഴ്ചയർപ്പിച്ച് ദൈവം പൗലോസ്ലീഹായ്ക്ക് കൊടുത്ത വെളിപ്പാടിന് മുൻപാകെ അത് വിവരിക്കുമ്പോൾ പൗലോസിന് ദൈവം മുമ്പിൽ നെടുമ്പാട് വീണ് അവനെ നമസ്കരിച്ച് അവന് സ്തുതിയും സ്തോത്രവും കരയറ്റാതിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ധനമെന്നൊക്കെ പറയുമ്പോൾ ഭൗമികമായതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അവൻ്റെ വഴികൾ എത്ര അപ്രമേയവും അവൻ്റെ വിധികൾ എത്ര അഗോചരവുമാകുന്നു. അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഈ കാണുന്ന സകലവും എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന്. ഇതിൻ്റെ ഉപാധി ഏതാണ്? ഇതാരാ ചെയ്തത്? ദൈവം തന്നെ. ദൈവത്താലാണ്. ഇതെന്തിനു വേണ്ടിയാണ്? ദൈവത്തിനു വേണ്ടി, ദൈവത്തിങ്കലേക്ക്. സ്തോത്രം. എക്, ഡിയ, എയ്സ്, ഈ 3 പ്രിപ്പോസിഷൻസ്, ഈ 3 വാക്കുകളാണ് അവൻ നിന്ന്, അവനാൽ, അവങ്കിലേക്ക് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവങ്കിലേക്ക് എന്ന് പറഞ്ഞാൽ സകലവും അവന് വേണ്ടിയാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല. സകലവും അവന് വേണ്ടിയാണ് ഉളവായിരിക്കുന്നത്. ഓർത്ത് നോക്കുക, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ രൂപപ്പെടുത്തുവാൻ, വിളിച്ചു വരുത്തുവാൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നിൽ നിന്ന് തന്നെ അത് പുറപ്പെടുവിച്ച് തന്നിൽ നിന്ന് തന്നെ അതിനെ ഉളവാക്കുവാൻ കഴിയുന്ന സർവസമ്പൂർണനായ പരിശുദ്ധ ദൈവമാണ് ഏക സത്യദൈവം. ആ ദൈവത്തെ സേവിപ്പാൻ, ആ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുവാൻ, ആ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവന് സകലം അവനിൽ നിന്നും അവനാൽ അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം എന്ന് പറഞ്ഞ് ദൈവം മുമ്പിൽ ആമേൻ പറഞ്ഞ പൗലോസ്ലീഹ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അതേ, എന്നെന്നും അങ്ങനെ തന്നെ. സ്തോത്രം. അതിനുശേഷം 12-ാമത്തെ അധ്യായം മുതലുള്ള ഭാഗത്ത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെയാണ് പൗലോസ്ലീഹ പരാമർശിക്കുന്നത്. 11 അധ്യായങ്ങളിൽ താത്വികമായ കാര്യങ്ങൾ, സുവിശേഷത്തിൻ്റെ വിശദീകരണമെന്ന് പറയാം. സുവിശേഷത്തിൻ്റെ യുക്തികരമായ ഒരവതരണമാണ് നമുക്ക് 11 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം 12-ാമത്തെ അധ്യായം തുടങ്ങിയുള്ള വേദഭാഗം അതിൻ്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ പരാമർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രമാണങ്ങൾ അതിൽ തന്നെ പൂർണ്ണതയുള്ളവയല്ല. അവ പ്രായോഗികമായ പ്രബോധനങ്ങളിലേക്ക് നയിക്കുന്നുവെങ്കിൽ മാത്രമേ അവ കൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ എത്ര അറിവ് സമ്പാദിക്കുന്നു എന്നുള്ളതല്ല, നാം പ്രാപിക്കുന്ന അറിവ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരുന്നുവോ എന്നുള്ളതാണ് പ്രധാനം. യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ വചനം കേൾക്ക മാത്രം ചെയ്യാതെ അതിനെ ചെയ്യുന്നവരായി വിരിപ്പീൻ. വചനം കേൾക്ക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കാതെ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അതെ, വചനം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, അതിനെ പ്രമാണിക്കുകയും വേണം. ചില ആളുകൾ
പൗലോസ്ലീഹ വിശ്വാസത്താൽ മാത്രം രക്ഷ എന്ന് പറയുമ്പോൾ പ്രായോഗിക ജീവിതത്തിന് യാതൊരു പ്രാധാന്യവും പൗലോസ്ലീഹ കൽപ്പിച്ചിരുന്നില്ല എന്ന ഒരു ധ്വനിയിലേക്ക് പലരുടെയും വ്യാഖ്യാനം വരാറുണ്ട്. അങ്ങനെയല്ല. പൗലോസ്ലീഹ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള അതിപ്രധാനമായ തത്വം വിശദീകരിക്കുമ്പോൾ തന്നെ ആ പ്രമാണം ഒരു പ്രായോഗികമായ ജീവിതത്തിലേക്ക് നയിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യതയോടെ 12 മുതലുള്ള അധ്യായങ്ങളിൽ വിശദീകരിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് പഠിച്ചാലും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും അത് വായിക്കത്ര രുചികരമായിരുന്നു എന്ന് വന്നാലും അത് ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ അത് ഗുണകരമാകുന്നില്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഒരു ഭക്തൻ അതിനെക്കുറിച്ചൊരു ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതെ, നാം പഠിക്കുന്ന ദൈവവചനം നമ്മുടെ പ്രായോഗിക ജീവിതത്തെ സ്വാധീനിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പല ആളുകളും നല്ലതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവവചനത്തെയും ദൈവപ്രമാണങ്ങളെയും അങ്ങ് സന്തോഷത്തോടെ ഉൾക്കൊള്ളും. അയ്യോ, അതിൽ ആസ്വദിക്കുകയും ചെയ്യും. പക്ഷേ അത് പ്രായോഗിക ജീവിതത്തിൽ വരുത്തുവാനായിട്ട് അത് ചെലവുള്ള കാര്യമാണ്. അതുകൊണ്ട് പലരും അതിന് മുതിരാറില്ല. അങ്ങനെ പോരാ പ്രിയപ്പെട്ടവരെ, പുതുക്കപ്പെട്ട ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ബന്ധങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ളത് ഇവിടുത്തെ രത്നങ്ങളൊന്നുമല്ല. ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ളതെന്ന് പറഞ്ഞാൽ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാന ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് കൃപയാൽ യേശുക്രിസ്തുവിന്റെ ഒരുക്കപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ഭാഗ്യം നൽകി. അങ്ങനെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം വന്ന ഒരു വ്യക്തിക്ക് തൻ്റെ സഹജീവികളോടും അതുപോലെ തദനുസൃതമായ ദൈവത്തോടുള്ള ബന്ധത്തിന് യോജിച്ച ഒരു ബന്ധം തൻ്റെ സഹജീവികളോടും നിർബന്ധമായും തീർച്ചയായിട്ടും സ്വാഭാവികമായി തന്നെ ഉണ്ടാവും. അതിന് നമ്മളെ പ്രാപ്തനാക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നിയമിച്ചാക്കിയിരിക്കുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ദൈവഹിതാനുസൃതമായി രൂപാന്തരപ്പെട്ട ബന്ധങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത് അത് കാണാൻ കഴിയും. സോ ഫ്രം എക്സ്പൊസിഷൻ ഹി ഈസ് ടേണിംഗ് ടു എക്സർട്ടേഷൻ. കാര്യങ്ങൾ വിശദീകരണം നൽകിയ ശേഷം പ്രായോഗികമായ പ്രബോധനങ്ങളിലേക്ക് കടക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇത് വ്യക്തിപരമായ ജീവിതത്തിന് പ്രയോജനകരമായ ചില ഉപദേശങ്ങളെന്നോ നിർദ്ദേശങ്ങളോ എന്ന് പറയുന്നതിനേക്കാൾ ദൈവസഭയുടെ ജീവിത ശൈലിയുടെ വിവരണമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ദൈവസഭയുടെ ജീവിത ശൈലി. ദൈവസഭയ്ക്ക് ഈ ജീവിത ശൈലി പ്രബോധിപ്പിക്കുമ്പോൾ അതിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലമാണ് പ്രമാണങ്ങൾ. ഒരു പ്രമാണമില്ലാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പ്രബോധനം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് എന്ന് പറയുവാൻ കഴിയണം. അപ്പോൾ പ്രമാണം നൽകിയിട്ട് ആ പ്രമാണം പ്രായോഗിക പ്രബോധനത്തിലേക്ക് നയിക്കുന്നു. അതാണ് പൗലോസ് 12-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലേഖനത്തെ 2ആയി പ്രധാനമായിട്ട് തിരിക്കാം. ആദ്യത്തെ 11 അധ്യായങ്ങൾ അതിലെ ആദ്യ ഭാഗവും ഈ 12 മുതലുള്ള അധ്യായങ്ങൾ 2ാമത്തെ ഭാഗവുമാണെന്ന് പറയാൻ കഴിയും. പ്രധാനമായിട്ട് 15ാമത്തെ അധ്യായം വരെ ഇത് 2ാമത്തെ ഭാഗമാണ്. അതിൽ 1ാമത്തെ ഭാഗം ആമേൻ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം പിന്നെ ഒരിക്കൽ കൂടി ഒരു അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ് തുടങ്ങിയാണ്. സഹോദരന്മാരെ, സഹോദരിമാർ അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ്. എന്താ ദൈവത്തിൻ്റെ മനസ്സലിവ്? പാപികളും ദോഷികളും ശിക്ഷാവിധിക്ക് ഏൽപ്പിക്കപ്പെട്ടവരും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ ആർ വിടുവിക്കുമെന്ന് നിസ്സഹായതയുടെ നിലവിളി ഉയർത്തുന്ന അവസ്ഥയിലുമായിരുന്ന നമ്മെ
രൂപാന്തരപ്പെടുത്തി പാപക്കടം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ മോചിച്ച് തന്ന് ആ വലിയൊരു രക്തം വിലയായി കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവ മക്കളെന്ന പദവിയിലേക്ക് നമ്മളെ ഉയർത്തി വീണ്ടും ജനന അനുഭവം നമുക്ക് നൽകി തന്നു. സ്തോത്രം. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇതാണ് ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ്. പലപ്പോഴും ഭൗമിക ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ, ആ വിഷയങ്ങളിൽ നമ്മളങ്ങ് ഒതുങ്ങി നിൽക്കും. ദൈവം എന്നോട് എന്തൊരു മനസ്സലിവാണ് കാണിച്ചത്, ഞാൻ എത്ര ദുഃഖിച്ചും ബുദ്ധിമുട്ടിയും ഞെരുങ്ങിയും കഴിഞ്ഞിരുന്നതാണ്. എന്നാൽ ദൈവം എന്നെ ഉന്നതമായൊരു പദവിയിലും വളരെ സൗകര്യങ്ങളുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് എന്നെ ഉയർത്തി. നല്ല കാര്യം സഹോദരങ്ങളെ, നല്ല കാര്യം. അത് ഒരു ദൈവ പൈതലിന് മാത്രമല്ല, ഈ ലോക മനുഷ്യർക്കും അത് ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ സ്തോത്രം, തന്നോട് യാചിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പുത്രത്വമാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയാണ്, തേജസ്കരണമാണ്. സ്തോത്രം. അതാണ് ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ്. കൃപയാൽ അവൻ നമ്മോട് മനസ്സലിവ് കാണിച്ചു. അപ്പോൾ ഈ 11 അധ്യായങ്ങൾ വിവരിച്ച രക്ഷാപദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ് എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷാപദ്ധതി നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനസ്സലിവ് എൻ്റെ ഒരു പ്രവൃത്തിയുടെ ഉപാധിയല്ല. ഞാൻ എന്നെ തന്നെ എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ എല്ലാ പരിമിതികളോടും കൂടെ ദൈവം എന്നെ സ്വീകരിച്ചു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ വലിയ കടത്തിലും കഷ്ടത്തിലുമാണ്, ഞാൻ രോഗത്തിലാണ്, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നങ്ങ് താമസിച്ചോട്ടെ, നിങ്ങളെന്നെ സ്വീകരിക്കുമോ? അയ്യോ എനിക്ക് ഇത്ര കേസുകളുണ്ട്, ഇത്ര കഷ്ടങ്ങളുണ്ട്, ഇത്ര ഇന്ന ഗുരുതരമായ രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ അയ്യോ സന്തോഷം ആട്ടെ വന്നാട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഗസ്റ്റ് റൂം അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുത്ത് നിങ്ങൾക്ക് ഈ വീട്ടിൽ പൂർണ്ണ സ്വസ്ഥതയോടെ കഴിയാൻ കഴിയും. നമ്മൾ സ്വീകരിക്കാറില്ല. നമുക്കൊരു ബന്ധവുമില്ലാത്തവരെ നമ്മളങ്ങനെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. അല്ല, എത്ര ബന്ധമുണ്ടെങ്കിൽ പോലും അനുസരണക്കേട് കാണിച്ച് ലോകത്തിലെ വഴികളിൽ അങ്ങനെ വല്ലാതെയായിപ്പോയ ജീവിതത്തെ നമ്മളതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ് അവിടെയാണ്. സ്തോത്രം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനും വലിയ സ്നേഹമില്ല. അത് മാനുഷിക പശ്ചാത്തലമാണ്, മാനുഷിക നിലവാരമാണ്, മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡാണ്. സ്നേഹിക്കപ്പെടുന്നവന് വേണ്ടി ജീവൻ കൊടുക്കാനും ചിലപ്പോൾ തയ്യാറായത് വന്നേക്കാം. പക്ഷേ ശത്രുവിനു വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായ മനസ്സലിവ്. അങ്ങനെ ജീവൻ തന്നെ യാഗമായി ഏൽപ്പിച്ചു കൊടുത്ത് മറുവിലയായി നൽകിക്കൊടുത്ത് നമ്മെ സ്വീകരിച്ചു. സ്തോത്രം. നമ്മുടെ പാപക്കട നമ്മോട് ക്ഷമിച്ച് നമ്മുടെ പേരുള്ള സകല കുറ്റങ്ങളും ഔദാര്യമായി മോചിപ്പിച്ച് തന്ന് കഷ്ടങ്ങളിൽ നമ്മളെ വിടുവിച്ച്, സ്തോത്രം, ആ പാപരോഗത്തിൽ നമ്മളെ മോചിപ്പിച്ച് സൗഖ്യമാക്കി തൻ്റെ പുത്രത്വത്തിൻ്റെ പദവി നമുക്ക് നൽകിത്തന്ന് പുത്രനോടുകൂടെ സകലത്തിലും അവകാശിയാക്കി നമ്മെ നിയമിച്ച ദൈവകൃപ. ഹല്ലേലൂയ. അതാണ് മനസ്സലിവ്. അത് ഓർപ്പിച്ചിട്ട് പ്രബോധിപ്പിക്കുക. എന്താ പ്രബോധനം? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതെങ്ങനെയാണ്? അത് ആരാധനയാണ്. പ്രിയ ദൈവമക്കളെ, ഈ അടുത്ത നാളുകളിലായി ക്രിസ്തീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് വേർപെട്ട ക്രൈസ്തവ സമൂഹത്തിൽ ആവർത്തിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയമാണ് ആരാധന. അതേ, ആരാധന. ദൈവം നമ്മെ ആരാധകരായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ ചുരുക്കമായി പൗലോസ്ലീഹ അതേസമയം വളരെ അർത്ഥപൂർണമായ ഒരു 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 നിർവചനം നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ആരാധന എന്നാൽ യാഗമാണ്. ആരാധന പാട്ടിലോ സ്തുതി സ്തോത്രങ്ങളിലോ ആർപ്പിടുന്നതിലോ ഒന്നും ഒതുങ്ങുന്നില്ല. ആ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പദവിയാണ്. സ്തോത്രം. യാഹിലെ സന്തോഷം നമുക്ക് ബലമാണ്. ആരാധന എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പാട്ടിലോ അല്ലെങ്കിൽ ഓർഗൻ ഉപയോഗിച്ച് വലിയ ശബ്ദ കോലാഹലങ്ങളോട് അവനെ
നാമത്തെ സ്തുതിക്കുന്നതിലോ ഒതുങ്ങുന്നു എന്നുള്ള മാത്രമല്ല, ഇപ്പം വന്ന് ഉള്ളതോ ഉണ്ടാക്കിയതോ ആയ അന്യഭാഷയിൽ കുറേ നേരം ആർത്ത് ഉല്ലസിച്ച് ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നതിൽ അങ്ങ് ഒതുക്കുകയാണ്. നല്ല ആരാധന ദൈവം തന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത്. എൻ്റെ പൊന്നു ദൈവമേ, ആരാധന ദൈവം തന്നെന്ന് പറഞ്ഞാൽ നമ്മളല്ലയോ ആരാധന സ്വീകരിച്ചത്? ദൈവം അത് തന്ന് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യത്തിൽ വളരെയേറെ തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറഞ്ഞാൽ യാഗമാണ്. നാം നമ്മെ തന്നെ യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക. ദൈവത്തിന് വേണ്ടത് ആടോ കാളയോ അല്ലെങ്കിൽ മൃഗങ്ങളോ മറ്റ് വഴിപാടുകളോ ഇതൊന്നുമല്ല ദൈവത്തിന് സുഗ്രാഹ്യവാസനയായ യാഗമായി ആവശ്യമായിരിക്കുന്നത്. നമ്മളെ തന്നെ നാം ദൈവത്തിന് യാഗമായി കൊടുക്കണമെന്നുള്ളതാണ് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം. അതെ, നിങ്ങൾ ദൈവവചനം പരിശോധിച്ചാൽ, ഉൽപ്പത്തി മുതൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എവിടെയൊക്കെ ആരാധന എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു യാഗപീഠം നമുക്ക് കാണാൻ കഴിയും. ഏനോശിൻ്റെ കാലത്താണ് ദൈവത്തിൻ്റെ നാമത്തുള്ള ആരാധന ആരംഭിച്ചത് നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ച് യാഗം കഴിക്കുന്നത് ആരംഭിച്ചത് ഏനോശിൻ്റെ കാലത്താണ് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാം. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അപ്പോൾ യാഗമാണ് ആരാധന. എന്താ യാഗമായി കഴിക്കേണ്ടത്? നമ്മളെ തന്നെ യാഗമായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. പൊതുലോകത്തിൽ തന്നെ നിങ്ങൾ എടുത്തോളൂ. നമുക്കറിയാം, ഇവിടെ സിനിമാ നടന്മാരും അങ്ങനെയുള്ള വളരെ പ്രശസ്തരായ ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ആരാധകരുണ്ട്. ഫാൻസ് ക്ലബ്ബുകളൊക്കെ നമുക്കറിയാമല്ലോ. ഈ ഫാൻസ് ക്ലബ്ബുകളിലൊക്കെ ആളുകൾ ചെന്നിട്ട് മീൻസ് ഇവിടുത്തെ ഒരു സിനിമാ നടൻ്റെ ആരാധകരാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളുടെ വിവരണം അങ്ങോട്ട് പറഞ്ഞ് കീ ജെ വിളിച്ച് ചങ്ങ് പോവുകയാണോ? അതല്ല. അവരാരാധകരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമാ നടൻ്റെ ജീവിത ശൈലി ഇദ്ദേഹം അങ്ങ് സ്വീകരിക്കുകയാണ്. ആ മനുഷ്യനിടുന്ന പോലുള്ള ഷർട്ട് ഇടുക, ആ മനുഷ്യൻ്റെ ഡയലോഗ് പോലുള്ള വാക്കുകൾ പറയുക, ആ മനുഷ്യൻ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ശ്രമിക്കുക, ആ മനുഷ്യൻ്റെ ജീവിത ശൈലി ഇവരും ഇങ്ങനെ സ്വീകരിക്കുന്നതാണ് ആരാധകരാകുന്നതിൽ ഉൾക്കൊള്ളുന്നത്. ഇതുപോലെ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ വാക്ക് പൊതുലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. നാം ക്രിസ്താനുരൂപരായി രൂപാന്തരപ്പെടേണ്ടതിന് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിച്ചു കൊടുക്കുന്നതാണ് പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെയുള്ള ഒരു വേദഭാഗത്ത് നമ്മളതിനെക്കുറിച്ച് കണ്ടതാണ്. ഞാൻ പരാമർശിച്ച് വിട്ടുപോവുകയായിരുന്നു. 9-ാമത്തെ അധ്യായത്തിൽ, റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അവർ ഇസ്രായേല്യർ പുത്രത്വം, തേജസ്സും, നിയമങ്ങളും, ന്യായപ്രമാണം, ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അവിടെ ആരാധന, അത് ചടങ്ങാരാധന ഇസ്രായേലിനുള്ളതാണ്. നമുക്ക് ചടങ്ങാരാധനയല്ല, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. എന്താണ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധന? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ കർത്താവ് താൻ തന്നെ പ്രസ്താവിച്ച പ്രസ്താവനയാണ് നമ്മൾ കാണുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. സ്ത്രീയെ, ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഞാൻ ഉദ്ധരിച്ച വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അതേ, സത്യത്തിലും ആത്മാവിലും തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. അപ്പോൾ നോക്കണേ, ബുദ്ധിയുള്ള ആരാധന അതാണ്, ബുദ്ധിയില്ലാത്ത ആരാധനയല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവത്തിന് വേണ്ടത് ആർപ്പാണോ ആരവമാണോ? ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ്. അത്രയും ഒന്ന് ചിന്തിച്ചാൽ നാം ബുദ്ധിയുള്ള ആരാധകരാകും. സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ആരാധനയായി നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹബന്ധമാണ്. ദൈവം ബലാത്കാരേണ തനിക്കുള്ളവരാണ്, ഞാൻ എൻ്റെ സൃഷ്ടിയാണ്, നീ എൻ്റേതായിരിക്കണം എന്ന് പറഞ്ഞ് ബലാത്കാരേണ നമ്മളെ പിടിച്ചെടുത്ത് അടിമകളാക്കിയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിമയാകാനേ കഴിയുകയുള്ളൂ. വിശ്വസ്തതയുള്ള, ലോയലായ, കൂറുള്ള
അടിമ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി സ്നേഹം കൊണ്ട് പുത്രത്വ പദവി പ്രാപിച്ചവരെയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം. അതുകൊണ്ട് ബലാത്കാരയുടെ ദൈവം തൻ്റേതായി നമ്മളെ ആരെയും അങ്ങ് ബലാത്കാരനെ എടുക്കില്ല എന്നുള്ളത് കൊണ്ട് നാം സ്നേഹം കൊണ്ട് നമ്മളെ തന്നെ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ഒന്ന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ ഈ ആരാധന എന്ന യാഗത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജീവൻ. എന്താണ് ജീവൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, മരണം എന്ന് പറയുന്നത് വേർപാടാണ്. മരണം വേർപാടെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. ജീവനുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവവുമായി സജീവമായ പിതൃപുത്ര ബന്ധം നമുക്കുണ്ടായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ മുഴുജീവനും മുഴുജീവിതവും അവന് വേണ്ടി തന്നെ ആയിരിക്കും. സ്തോത്രം. ജീവനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വ്യക്തിപരമായ ഹൃദ്യമായ സ്നേഹബന്ധം അനുഭവിക്കുന്നവൻ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ജീവനുള്ള ആരാധന. ഏതാണ് ആ ബന്ധം? ആരാധനയിലെ ബന്ധം പിതാവും മക്കളും എന്നുള്ള ബന്ധമാണ്. അതാണല്ലോ ശമരിയാക്കാരത്തെ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവവും ആരാധകനും തമ്മിലുള്ള ബന്ധം സൃഷ്ടാവും സൃഷ്ടിയും എന്നുള്ള ബന്ധത്തിൽ ഒതുങ്ങരുത്. പിന്നെയോ പിതാവും മക്കളും എന്നുള്ള ആ ബന്ധമാണ് ആരാധനയിൽ ഉണ്ടാകേണ്ടത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു പറ്റം സ്തുതി പാഠകന്മാരായിട്ടല്ല ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. പിന്നെയോ മക്കൾ എന്ന പദവിയോടുകൂടി തൻ്റെ ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പദവിയിൽ, സ്തോത്രം, തൻ്റെ മക്കൾ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ, ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം. അതാണ് കർത്താവ് ശമരിയക്കാരത്തി സ്ത്രീയോട് പറയുമ്പോൾ തന്നെ പറഞ്ഞു. ശമരിയക്കാരത്തി സ്ത്രീ പറയുകയാണ്, നിങ്ങൾ പറയുന്നു യെരുശലേമിൽ നമസ്കരിക്കേണ്ടത്, ഞങ്ങൾ പറയുന്നു ഈ മലയിലാണെന്ന്. ഉടനെ കർത്താവ് പറയുകയാണ്, സ്ത്രീയെ, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴി വരുന്നു. പല ആളുകളും ആരാധനയ്ക്ക് പ്രധാനമെന്ന് പറയുന്നത് ആ സ്ഥലമാണ്. ചിലർ ആ മലയിൽ പോയി ആരാധിക്കുന്നു, ചിലർ ഈ മലയിൽ പോയി ആരാധിക്കുന്നു, ആ പുണ്യസ്ഥലത്ത് പോയി ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, ആരാധനയിൽ പ്രധാനം സ്ഥലമല്ല, ബന്ധമാണ്. ദൈവത്തോടുള്ള വ്യക്തിബന്ധം. ഏതാണ് വ്യക്തിബന്ധത്തിൻ്റെ ഏറ്റവും സവിശേഷ ഭാവം? അപ്പനും മക്കളും എന്നുള്ള ബന്ധം. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിലധിഷ്ഠിതമായ വ്യക്തിബന്ധത്തോടുകൂടിയുള്ള ആരാധന, ആ സമ്പൂർണ്ണ സമർപ്പണമാണ് സ്തോത്രം ജീവനുള്ള ആരാധന എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ജീവനും അടുത്തത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം സമ്പൂർണ്ണമായി വേർപെട്ട് ഏൽപ്പിച്ചു കൊടുത്തതെന്നാണ്. ഒന്നിനായി മാത്രം മാറ്റിവെച്ച് സമർപ്പിച്ചത്. നാം നമ്മളെ തന്നെ ദൈവത്തിനായി മാറ്റിവെച്ച് സമർപ്പിച്ചിരിക്കുകയാണ്. അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. സ്തോത്രം. ശുദ്ധം എന്ന് പറയുന്നത് വെടിപ്പുള്ളത് എന്നർത്ഥമേ ഉള്ളൂ. നാം വെടിപ്പുള്ളവരും നിർമ്മലന്മാരുമായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ശുദ്ധീകരിച്ചിരിക്കുകയാണ്. പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. നമ്മളെ ശുദ്ധീകരിക്കുന്നു. പാപകളങ്കങ്ങൾ, കറകൾ, അശുദ്ധിയെല്ലാം നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ശുദ്ധീകരിച്ചു. ഇനി നമ്മളെന്താ അടുത്തത്? നമ്മളെ വിശുദ്ധീകരിക്കണം. നമ്മളെ വേർതിരിച്ച് കർത്താവിനായി തന്നെ നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. ശുദ്ധീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് ജീവനും 2 വിശുദ്ധിയും. സമ്പൂർണ്ണമായി ദൈവത്തിനും മാത്രമായി സമർപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ. അത് എത്ര ആവർത്തിച്ച് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, മുഴുജീവിതവും ദൈവത്തിൻ്റെ മഹത്വമാണ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട നിലയിലായിരിക്കണം. അതാണ് 1 കൊരിന്ത്യർ 10 31 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ
ഇതാണ് വിശുദ്ധീകരിക്കപ്പെട്ട, ദൈവത്തിനായി മാത്രം സമർപ്പിക്കപ്പെട്ട. അതിൻ്റെ അർത്ഥം ദൈവത്തിനായി മാത്രം സമർപ്പിക്കപ്പെട്ട് യാഗമായി ജീവിക്കണം എന്ന് പറയുമ്പം ശരി പാട്ടും പാടി ഒരിടത്ത് തന്നെ ഇങ്ങനെ അങ്ങ് ഇരിക്കണമെന്നാണോ? അങ്ങനല്ല. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്താലും, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുവോ, നിങ്ങളൊരു ദൈവ പൈതൽ എന്ന നിലവാരം വിട്ട് ഒരു കാര്യവും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മുടെ മുഴു ജീവിതവും, നിങ്ങളുടെ ഉടുപ്പും നടപ്പും ഭക്ഷണവും ബന്ധങ്ങളും ഇടപാടുകളും വിനോദങ്ങളും സകലവും ഒരു ദൈവ പൈതലിന് യോഗ്യമായതായിരിക്കണം. അങ്ങനെ ദൈവ മഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്, യാഗമായി സമർപ്പിച്ചു കൊടുത്ത ജീവിതമാണ് ആരാധന എന്ന് വളരെ വ്യക്തമായി കർത്താവിൻ്റെ വചനത്തിലൂടെ പറയുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിനായി എന്നെ സമർപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും, സ്തോത്രം പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളാകട്ടെ, ഉന്നതമായ പദവി വഹിക്കുന്നയാളാകട്ടെ, ഒരു ഇടത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാകട്ടെ, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ, സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ താഴേക്കിടയിൽ ജോലി, ഏത് ജോലിക്കും അതിൻ്റെ മഹത്വമുണ്ട്, ഏത് ജോലിക്കായാലും അതിൻ്റെ മഹത്വമുണ്ട്. പക്ഷേ സമൂഹത്തിൽ ചിലതൊക്കെ ഉന്നതമായതെന്നും ചിലതൊക്കെ ഇച്ചിരി താണതെന്നും എന്ന് പറഞ്ഞാൽ അതിൽ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആട്ടെ, അങ്ങനെയാണെങ്കിൽ ഏത് ജോലിയാണ് ദൈവം നിങ്ങളെ നിയമിച്ചാക്കിയിരിക്കുന്നതെങ്കിലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി സ്തോത്രത്തോടുകൂടെ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ ആരാധകൻ എന്ന പദവിക്ക് യോജിച്ചതായിരിക്കും. സ്തോത്രം. അപ്പോൾ ആരാധകരായി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമ്മെ തന്നെ ഒരു യാഗമെന്ന പോലെ സമർപ്പിച്ചുള്ള ജീവിതമാണ് ആരാധന. അപ്പോൾ ജീവനും വിശുദ്ധിയും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമാകുവാൻ കഴിയുകയുള്ളൂ. ദൈവം എന്തിനാണ് പ്രസാദിക്കുക? തന്നോട് വ്യക്തിബന്ധമുള്ളവരിലാണ് പ്രസാദിക്കുന്നത്. തനിക്കായി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. വഴിപാടുകളല്ല ദൈവം ആവശ്യപ്പെടുന്നത്, നമ്മളെ തന്നെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. തൻ്റെ കൈപ്പണിയായി തൻ്റെ സ്വരൂപത്തിലും തൻ്റെ തന്നെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ തങ്ങളെ തന്നെ വേർതിരിച്ച് ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൽ ദൈവത്തിനായി സമർപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജീവിതമാണ് ആരാധന. സ്ഥലമല്ല, ചടങ്ങുകളല്ല, മുഴു ജീവിതവും ദൈവമഹത്വത്തിന് യാഗമായി സമർപ്പിച്ചു കൊടുത്ത ആ ഒരു ആരാധനയ്ക്കായി നമുക്ക് നമ്മളെ ദൈവത്തിൽ സമർപ്പിക്കാം. വളരെ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുണ്ട്. കർത്താവിനെ അടുത്ത ദിവസങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ദൈവത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ അങ്ങയ്ക്കായി സൃഷ്ടിച്ചു. സകലവും അങ്ങയിൽ നിന്നും അവിടുത്താലും അവിടുത്തേക്ക് വേണ്ടിയുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടിയങ്ങളെ അങ്ങയുടെ സ്വരൂപത്തിലും അങ്ങയുടെ സാദൃശ്യത്തിലും അങ്ങയ്ക്കായി അവിടുന്ന് നിയമിച്ചപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ ഞങ്ങളെ തന്നെ സ്നേഹബന്ധത്തോടുകൂടി അവിടുത്തേക്കായി സമർപ്പിച്ചിരുന്ന ആരാധന എന്ന അനുഭവത്തിൽ കർത്താവെ ഞങ്ങളെ നീ സ്വീകരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയ്ക്കായി തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി എന്ത് ചെയ്താലും അവിടുത്തെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വത്തോട് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.